ഏ രണ്ട് പിള്ളേരുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അത് ഞാൻ അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് നമ്മൾ അസ്ലയെ തിരിച്ചറിയേണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ ഞാൻ ആ തുടക്കം അധികം ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കാണിക്കാം. നിങ്ങൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അധികം കണ്ടൊരു വീഡിയോ ആണ്. ജസ്റ്റ് കുറച്ചൊരു ഭാഗം നിങ്ങളൊന്ന് കാണുക. ഇത് ദിയ കൃഷ്ണ പാർട്ട്ണറായിട്ടുള്ള അശ്വിൻ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മലയാളികൾ 86 ലക്ഷത്തിലധികം പേർ കണ്ട ഒരു 2 വീക്സിന് മുമ്പ് നടന്നൊരു വീഡിയോ. നമുക്കെല്ലാവർക്കും വളരെയധികം ഒരു എന്താ പറയുക, ഒരു സ്ത്രീയുടെ പ്രസവവേദന ആ സമയത്തുള്ള ഒരു, നമുക്ക് ഈ സി സെക്ഷൻ മറ്റേ സെക്ഷൻ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തായിരുന്നല്ലോ ഒരു പ്രസവം ലൈവായിട്ട് അവരുടെ ആ ഒരു സാഹചര്യം ഒക്കെ നമ്മളെ കാണിച്ച് നമ്മളെല്ലാവരും മലയാളികൾ ബഹുഭൂരിപക്ഷവും 18,000-ഓളം കമൻസ്, 3.4 ലക്ഷം ലൈക്സ്, അങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ അത് ആ ഒരു ഇമോഷൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇത് ഇത്രയും ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അവരുടെ ഡെലിവറി കഴിഞ്ഞു വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ ദിയ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്ത് അതിനുശേഷം ദിയയുടെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നു. ഇവിടെയാണ് പോയിന്റ്. അതായത് ദിയ കൃഷ്ണ എന്ന് പറയുന്ന ലേഡിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത്രയും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഒരു ഇൻസ്പയറിങ് ആവാം. അതായത് അവരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള കുറച്ചധികം എടുക്കാം. സ്വന്തം കാലിൽ നിൽക്കുക, വിദ്യാഭ്യാസം, പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളടക്കം മറ്റുള്ള കാര്യങ്ങളെല്ലാം, വ്യക്തിത്വം സൂക്ഷിക്കുക, ഒരു ഇൻഡിവിജ്വാലിറ്റി ഒരു സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ത്രീത്വമാണ് ദിയ കൃഷ്ണ. ചിലർക്കെങ്കിലും ചില എതിർപ്പുണ്ടാവും. ഞാനതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമായിട്ട് കാണുന്നു. പക്ഷേ എനിക്ക് അവരുടെ യാതൊരു എതിർപ്പുമില്ല. ഇതേപോലെ തന്നെ മറ്റൊരു സ്ത്രീ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് കുറച്ചേറെ നാളുകൊണ്ട് ഞാൻ അധികം ഫോളോ ചെയ്യുന്ന മലയാളത്തിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അസ്ല മേർലി. തുടക്കകാലത്ത് ഈ കുട്ടിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പേരുടെ ആക്രമണങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചെയ്യുന്ന വിഷയം, അതായത് ഒരാളുടെ വ്യക്തിപരമായ സ്വകാര്യതകളിലേക്കുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം അടക്കമുള്ള കാര്യങ്ങൾ പലതും വളരെയധികം എഡ്യൂക്കേഷണൽ പർപ്പസുള്ള വീഡിയോസാണ് ആ കുട്ടി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരുടെ മാരേജ് കഴിഞ്ഞു. അതിനുശേഷം അവർ വളരെ സന്തോഷകരമായ ജീവിതത്തിലേക്ക്, ദാമ്പത്യത്തിലേക്ക് കടന്നു. അതിനുശേഷം അവർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരായിട്ടുള്ള സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ വയറിൽ വളർന്ന ആ കുഞ്ഞിനെ എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യ വാക്കുകളൊന്ന് പറയാനെങ്കിലും നിങ്ങൾ ആരെങ്കിലും അനുവദിക്കുമോ? ലോകത്തിലെ അമ്മമാരെ അനുവദിക്കത്തില്ല, സ്വന്തം ഭർത്താവിനെ അനുവദിക്കത്തില്ല, ഒരാളെ അനുവദിക്കത്തില്ല, അല്ലേ? പറ്റത്തില്ല. അതാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, നാച്ചുറൽ നോക്കി അറിയാൻ വേണ്ടിയിട്ട് സിംഹങ്ങളാണെങ്കിലും മറ്റുള്ള സിംഹിണികളെന്ന് പറയും, സിംഹത്തിൻ്റെ പെൺസിംഹങ്ങൾ. ആൺസിംഹം വന്നിട്ട് പിന്നീട് ഈ കപ്സിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺസിംഹമല്ല മറ്റുള്ള ഏതിലും അത് അങ്ങനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് കുട്ടികളെ. അതാണ് സ്വന്തം ജീവൻ കൊടുത്തും കുട്ടികളെ നോക്കുന്നത്. അതുകൊണ്ടാണ് അമ്മമാരെ പോരാളികളെന്ന് പറയുന്നത്. നമ്മുടെ KGF ഒരു സംഭവമുണ്ട്, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി ലോകത്തില്ല തന്നെയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരു പോരാളിയുടെ മോനാണ്, അതെനിക്കറിയാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. വളരെ മോശകരമായ ഒരു കാര്യത്തിലൂടെ ആ കുട്ടി കടന്നുപോയി. എന്താണെന്നുള്ള കാര്യം അത് അസ്ല തന്നെ പറയട്ടെ, കേൾക്കാം. സത്യം പറഞ്ഞാൽ വലിയ ഇൻട്രോ ഒന്നും എടുക്കാൻ തോന്നില്ല. ഞാൻ കഴിഞ്ഞൊരു Q&A ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ Q&Aയിൽ കുറച്ച് കമന്റ്സ് ഞാൻ വളരെ നല്ല രീതിക്കാണ് ഞാൻ സംസാരിച്ചത്. അതെനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ്, സാധാരണ നെഗറ്റീവ് കമന്റ് റിയാക്ഷൻ നമുക്ക് വീഡിയോ ചെയ്യാനോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നോർമലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ഉത്തരം തരാറ്. പക്ഷേ ഈ 2-3 ദിവസമായിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് 2 പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല, എനിക്ക് ഉറക്കം കിട്ടില്ല എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഉറക്കില്ല. ഒരു ഇപ്പൊ അമ്മക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ റിലീസിന് മൊത്തം കമന്റ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയോ വേണ്ടിയില്ല. അപ്പൊ എനിക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച്. പക്ഷേ വെറുതെ നമ്മളെ കുഞ്ഞിനെ തൊട്ട് കളിച്ചാൽ നമുക്ക് കൊള്ളൂലേ, ഏത് അമ്മമാർക്കും കൊള്ളൂ. അതിലൊന്നായിരുന്നു ഗർഭം അലസി പോവാതിരുന്നാൽ മതി. എനിക്ക് വായിക്കുന്നതേ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിച്ചു വരുന്നുണ്ട്. ഗർഭം അലസി പോകാതിരുന്നാൽ മതിയായിരുന്നുവെന്ന് ഗർഭിണിയായിരിക്കുന്ന പൂർണ്ണ നിറവയറോട് കൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ ഒരു മാതാവിൻ്റെ നേരത്തെ പറഞ്ഞ പോരാളി പുറത്തേക്ക് വരും. അത് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. അവരുടെ അടുത്തെങ്ങാനും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ തലയൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ലേ, എന്തിനാണ് ആ ഒരു ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ വെറുപ്പ്?
അല്ലെങ്കിൽ ഈ കുട്ടിയോട് എന്തിനാണ് വെറുപ്പ്, എന്തിനാണ് നമ്മൾ അധികകാലം ഈ വെറുപ്പിനെ വെച്ച് സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പം അത് അറിയില്ല, എന്താണ് കാരണമൊന്നും പോലും അറിയത്തില്ല. ആ അകാരണമായിട്ട് ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ട് അതിൻ്റെ കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്നു. ഈ പറയുന്ന ആ വൃത്തികെട്ട നാവിനും വൃത്തികെട്ട മനസ്സിനും അത് അവരുടെ ചിന്തയെന്ന് മാത്രം നമ്മൾ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഒരു എന്താണ് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ഇമോഷൻസ് വളരെയധികം ഹൈ ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് എന്ത് ചെറിയ ഇമോഷനും അത് ഏറ്റവും വലിയ പീക്ക് ഇമോഷനായിട്ട് മാറും എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല, അത് നിങ്ങൾ അറിവുള്ളവർ പറഞ്ഞു തരും. കാരണം ചില സാഹിത്യകാരന്മാരുടെ സൃഷ്ടിയിലൊക്കെ വായിച്ചിട്ടുള്ളതിനകത്ത് ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആണുങ്ങളാണ് എഴുതിക്കുന്നത് കേട്ടോ. അത് എന്നിട്ടും ഇങ്ങനെയാണ് എഴുതിക്കുന്നത്. അപ്പം അവളുടെ വളരെയധികം അവളുടെ വേദനകളെക്കുറിച്ച്, ആ സമയത്തുള്ള വേദനകളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങനെയാണോ? അത്രയും ഒരു ഇമോഷൻസ്, ചെറിയൊരു വിഷമം വന്നാൽ വളരെ വലിയ വിഷമമായിട്ട് നിങ്ങൾക്ക് തോന്നുമോ ആ സമയത്ത്? എനിക്ക് അറിയാത്തതുകൊണ്ട്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഹോർമോണൽ ഇംബാലൻസ് ആ സമയത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടാവാം. മേ ബി അങ്ങനെ ആവാം. അറിയുന്നവരൊന്ന് കമന്റ്. ഗർഭം അലസാതിരുന്നാൽ മതി. അതെന്താണെന്നറിയോ, ഈ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ രസം പിടിക്കുവോ, എന്ത് ഇതിനേക്കാളും വലുതിടണം, എന്ത് ഇതിനേക്കാളും വലുതിടണം എന്നുള്ളൊരു ത്വര ഉണ്ടാവില്ലേ? ഈ കമന്റ് ഇട്ടത് സജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ചാനലുണ്ട്, ആ 2 പിള്ളേരുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അത് അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് നമ്മൾ അസ്ലയെ തിരിച്ചറിയേണ്ടത്. അസ്ല പറഞ്ഞത് സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ കമന്റ് ഇട്ടത്. അവർക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് അവർക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ അവിടെ നിന്ന് കാണിച്ചേക്കുന്ന ആ ഒരു വൃത്തികെട്ട പരാമർശത്തിന് പകരമായിട്ട് ഇതാ കണ്ടോ, ഈ 2 കുട്ടികളുടെ അമ്മയാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് തുറന്നങ്ങ് കാണിക്കാമായിരുന്നു. അവിടെ ആ ഒരു സ്ത്രീ, അല്ലെങ്കിൽ അസ്ല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാണിച്ചേക്കുന്ന ഒരു മാന്യത ഇവരർഹിക്കുന്നില്ല എങ്കിലും അത് ഇവരുടെ ഒരു ക്വാളിറ്റിയാണ്. അസ്ലയുടെ ക്വാളിറ്റിയാണ് അസ്ലയെ കാണിച്ചേക്കുന്നത്. ഇത്രയും വലിയ തെണ്ടിത്തരം, പച്ച അപരാധം എന്ന് വേണമെങ്കിൽ പറയാം, കാണിച്ചിട്ട് ആ സ്ത്രീ അല്ലെങ്കിൽ ആ കുട്ടി വളരെ മാന്യമായിട്ട് അതിനൊന്നും എടുത്ത് എക്സ്പോസ് ചെയ്യാതെ, ആലോചിച്ച് നോക്കൂ, പബ്ലിക്കിലേക്ക് ഇതെടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രോളാവും, മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ആവും. ആ കുട്ടികൾ, നിരപരാധികളായിട്ടുള്ള അവരുടെ മക്കൾ, അവരടക്കം ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, പൊതു ഇടങ്ങളിലേക്ക് ഇവരുടെ ചർച്ചകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി സ്കൂളുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ എന്തോ നിൻ്റെ അമ്മ, അല്ല ആ പയ്യൻ്റെ സ്കൂളിൽ ചോദിക്കും എന്തുവാണ് നിൻ്റെ അമ്മയെ കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബുള്ളിങ്ങിന് വരെ ഇരയാവാൻ സാധ്യതയുണ്ട്. വളരെയധികം ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ ആ കുട്ടികൾ അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് കടത്തിവിടാൻ ചിലപ്പോൾ ഒരുപക്ഷെ അസ്ലയ്ക്ക് ഈ സമയത്ത് കഴിഞ്ഞേക്കും. അത് ചെയ്യാതിരുന്നതാണ് ഒരു മഹത്വം എന്ന് പറയുന്ന കാര്യം. അതൊരു ക്ഷമയോടുകൂടി ആ കുട്ടി തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷെ ഇവർ അർഹിക്കുന്നില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരിച്ചിട്ടില്ല. എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഒക്കെ ഇടുന്നത്. ജയിക്കാൻ പോകുന്ന ഒരു കൊച്ചു വയറ്റിൽ ഇതുവരെ അത് പുറമെ കണ്ടിട്ടില്ല. അത് അലസി പോവാതിരുന്നാൽ മതി. എങ്ങനെ 2 കൊച്ചുങ്ങൾ ഉണ്ടാക്കി? എങ്ങനെ കഴിയുന്നു? ഞാൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. അവർ 2 പ്രസവിച്ചിട്ടുള്ള സ്ത്രീ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനൊരു കാര്യം പറയുമ്പം ആ കുട്ടി ഓരോ ദിവസവും ഉറങ്ങുന്നതും ഉണരുന്നതും അതിൻ്റെ ഓരോ ചിന്തകളും, ഇനി ഫ്യൂച്ചറിൽ ഈ കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, നമ്മൾ പവിത്ര സിനിമയാണോ, കുഞ്ഞുടുപ്പുകളൊക്കെ തച്ചു വെച്ചുകൊണ്ട് ശ്രീവിദ്യ അല്ലെ, പവിത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെയധികം പ്രായമായിട്ട് കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞ്, ചേട്ടച്ചൻ, എന്തൊരു സിനിമ ഇല്ലേ! ആ സിനിമ ഓർക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു വേദനയും വിങ്ങലൊക്കെയാണ്. കാരണം അവസാനത്തെ ആ ഒരു ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് അപ്പം അത്രയും ഒരു കുഞ്ഞുടുപ്പൊക്കെ തയ്ച്ചു വെച്ച് നിൽക്കുന്ന ഒരു പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന അമ്മ ആ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു വസന്തകാലം കാത്തു നിൽക്കുന്ന ഒരു വലിയൊരു വടവൃക്ഷത്തിനെ പോലെ, അഥവാ പൂക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഗുൽമോഹർ പൂക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, ഒരു വസന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പറയുന്നത് പോലെ ആ ഒരു കാത്തിരിപ്പാണ്, ആ കുഞ്ഞിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ്. അത്രയും മനസ്സിൻ്റെ അകത്ത് ആ കുട്ടിയെ കാണാൻ, കാരണം കുട്ടിയെ കണ്ടിട്ടില്ല, കുട്ടിയെ കാണണം. ഇനി അത് അമ്മയെന്ന് വിളിക്കുന്നു, ഇനി അമ്മയ്ക്ക് അമ്മയുടെ മുല ഊട്ടണം, ആ കുട്ടിയെ ഊട്ടണം, എന്നിട്ട് അതിനെ കണ്ട് കരയണം. എന്തെല്ലാമാണ് ആ ഒരു അമ്മയുടെ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന വ്യാധി, ആദി, സ്നേഹം, താല്പര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, പരിഭവങ്ങൾ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇനി നീ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു അമ്മയുടെ മനസ്സിൻ്റെ അകത്തോടെ ഇങ്ങനെ കടന്നു പോകുമായിരിക്കും. ഞാൻ എൻ്റെ ചവല ചിന്തകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, സോറി, എനിക്കിത് എൻ്റെ ചിന്തയ്ക്കകത്ത് വന്നു പോയതാ. അങ്ങനെ ഇരിക്കുന്ന സ്ത്രീയോട് ആ കുട്ടി ഇല്ലാതാവുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിനെ കുറിച്ച് എങ്ങനെ കഴിയുന്നു പറയാൻ? മഹാഭാരതത്തിൽ ദീർഘതമസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ദീർഘതമസ്, അതായത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മുനി, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബൃഹസ്പതിയാണ് ആള്, നമ്മുടെ ഗുരു. അപ്പം ഇദ്ദേഹം ഈ സ്ത്രീയെ അങ്ങോട്ട് ബലാത്കാരം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് വയറിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ മഹാമുനെ, അങ്ങ് കാണിക്കുന്നത് ശരിയാണോ? കാരണം അങ്ങയുടെ ജ്യേഷ്ഠൻ്റെ വൈഫാണ്, അഥവാ ഭാര്യയാണിത്. എന്നിട്ടും ഞാൻ ഈ വയറിനുള്ളിൽ ഇരിക്കവേ തന്നെ എൻ്റെ അമ്മയോട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു, ഇത് ശരിയാണോ
എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓഹോ നീ അകത്തിരുന്നുകൊണ്ട് തന്നെ ഇത് കാണുന്നുണ്ടോ, അപ്പോൾ അങ്ങനെ ഇന്നാ പിടിച്ച ഒരു ശാപം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ണുകൾ കാണാതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ദീർഘതമസം എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്. അത് പിന്നെ കാഴ്ചയില്ലാതെയാണ് ജനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞതാ. അത് ഒരു മഹാഭാരതത്തിൻ്റെ പോലത്തെ ഒരു എഴുതി ആരൊക്കെ വെച്ചേക്കുന്ന സംഭവം ഞാനത് പറഞ്ഞു എന്ന് മാത്രം. മുമ്പെങ്ങോ വായിച്ചതാണ്. ഇനി പേരുകളെല്ലാം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കണം. തിരുത്താനുള്ളവർക്ക് അത് തിരുത്താം. ആ തെറ്റ് ഞാൻ തിരുത്താനും തയ്യാറാണ്. ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ അങ്ങനെ ഒരു ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് മറ്റൊരു തരത്തിൽ ഈ പുറമേ നിന്നുകൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഏത് അമ്മ സഹിക്കും? നമുക്ക് കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂട്ടോ, ആർക്കും പറ്റും. പക്ഷെ ഒരു അമ്മയുടെ മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു ഇച്ചിരി ഇത് തന്നെ വേണം. അല്ലാതെ ഇത് ഭയങ്കര സാഹിത്യത്തിനെക്കാട്ടി വലിയ വാക്കുകളാണ് ഇവിടെ അസല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു അമ്മ ആയതുകൊണ്ട് പറയാൻ പറ്റുന്നതായിരിക്കും. അതായത് സീരിയസ് ആയിട്ട്, അതായത് ആർക്കും അമ്മയാകാൻ വേണ്ടിയിട്ട് കൂടെ കിടന്ന ഒരു കൊച്ചിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അമ്മ എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിൽ എത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. സത്യമല്ലേ? എത്രയോ സ്ത്രീകളാണ് ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും എടുത്തെറിഞ്ഞിട്ട് കാമ്പുവിനോടൊപ്പം പോകുന്നതും ജനിച്ച കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കവറിലെടുത്ത് 2 നിലയുടെ 3 നിലയുടെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് എറിയുന്നതും കടലിൻ്റെ ഭിത്തിയിൽ അടിച്ച് കൊല്ലുന്നതും അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുണ്ട്. സ്ത്രീകളെ അകാരണമായി കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ ആഫ്റ്റർ ഈ ഡെലിവറിക്ക് ശേഷം അവരിലുണ്ടാവുന്ന കുറേ അധികം പ്രശ്നങ്ങൾ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ള സാധനമുണ്ട്. അത് അറിയാതെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതും നമുക്ക് അറിവില്ലായ്മ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് കഴപ്പ് കാരണം, ഞാനതങ്ങനെ പറയുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെയുള്ളൊരു കാരണം കുഞ്ഞിന് ജന്മം നൽകി അവസാനം ആ കുഞ്ഞിനെ കൊന്ന് കണ്ടവൻ്റെ കൂടെയൊക്കെ പോകുന്ന പരിപാടികൾ കാണിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരുടെ ഉള്ളിൽ അമ്മ അല്ലെങ്കിൽ മാതൃത്വം എന്നുള്ള പരിപാടി ഇല്ല, സീരിയസ്ലി ഇല്ല. ഒരു ഗർഭിണി 7 മാസമായിരിക്കുന്നു. ഈ 7 മാസം നമ്മൾ എനിക്കും എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും കാര്യങ്ങളും നമ്മുടെ ഓരോ ദിവസം പോണത്, ഓരോ മിനിറ്റ് പോണത് ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കും, ഈ കുഞ്ഞെ വളരുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലാത്തതിലും ഉള്ളതിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇമ്മാതിരി കമ്മിച്ച് പിന്നെന്താ വേറെ ഒരുത്തി ഇട്ടെ കുട്ടി താഴ്ന്ന് അങ്ങ് വീഴോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത്? എന്താ പറയാ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി കൂടണേ? മതം പറഞ്ഞാണ് ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതമാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ മതം അത്രയും തലയ്ക്ക് പിടിച്ച ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. വളരെ മനുഷ്യനായിട്ട് കണ്ട് കേട്ടാൽ മാത്രം മതി. ആ കുട്ടി അത്രയും വേദനയോട് പറയുന്നെങ്കിലും അവിടെ പറഞ്ഞ കാര്യം അവർ തമ്മിൽ മതം വച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആന്ത്രപ്പോളജി എന്ന് പറയുന്നൊരു കാര്യം, നരവംശാസ്ത്രം എന്ന് പറയുന്നൊരു മേഖലയുണ്ട് സയൻസിനകത്ത്. അത് ആ ഒരു ഏരിയയിനകത്ത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 10-13 കോടിക്കണക്കിന് വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ പലതരത്തിലുള്ള ഇതും വന്ന് സ്പീഷീസ് വന്ന് അതിനുശേഷം നമ്മുടെ മനുഷ്യൻ എന്നുള്ള ഒരു ഉൽപ്പത്തി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ നിയാണ്ടർത്താൽ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഹോമോസാപ്പിയനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു വലിയൊരു അവസ്ഥ വന്നു സൃഷ്ടിക്കപ്പെട്ടു ഭൂമിയിൽ. അഥവാ ഒരു മഹത്തായ ഒരു ഐസേജ്, നമ്മൾ ഐസേജ് എന്ന് പറയുന്നില്ലേ, ഒരു മഹത്തായ ഒരു ഗ്രേറ്റ് ഐസേജ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. ആ ഐസേജിൻ്റെ പല കാര്യങ്ങളും ഇന്ന് പിൽക്കാലത്ത് സയൻസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഐസേജിനകത്ത് ആഫ്രിക്കയിൽ ചിന്തിക്കണം, ആഫ്രിക്കയിൽ നമ്മൾ കറുത്തവർഗ്ഗക്കാരും കറുപ്പറന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കി കാണുന്ന നിറത്തിനെ വെച്ച് കളിയാക്കുന്നവരൊക്കെ മനസ്സിലാക്കാൻ, ആ ആഫ്രിക്കയിൽ മാത്രമുള്ള കുറച്ച് പേർ, വളരെ 1000-ഓളം മാത്രം മനുഷ്യർ അതിജീവിച്ചതിൻ്റെ ഭാഗമായി അവരിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഉൽപ്പത്തിയിൽപ്പെട്ടവരാണ് ഞാൻ, നിങ്ങൾ, മറ്റു പല ആൾക്കാർ. അന്ന് ദൈവമില്ല, അന്ന് മതഗ്രന്ഥങ്ങളില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. മതഗ്രന്ഥങ്ങളില്ല, മതമില്ല, ദൈവമില്ല. ഭൂമിയിൽ കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ആഹാരം തേടി പല സ്ഥലങ്ങളിലേക്ക് പോയി ഏഷ്യയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്തി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആ ഒരു പടർന്ന് പന്തലിച്ചൊരു ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറിയത് അന്നൊരു 1000-ഓളം മനുഷ്യരിൽ നിന്ന് മാത്രമാണ്. അന്ന് മതമില്ലെന്ന് മനസ്സിലാക്കണം. ഇന്ന് വന്നിരിക്കുന്ന പല മതങ്ങളുടെയും പിന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ മതങ്ങളെ കൊണ്ടായിട്ട് എത്ര 1000 വർഷങ്ങൾ മാത്രമായി എന്നുള്ള ചിന്തിക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ അതിന് ശേഷം പിൽക്കാലത്ത് വന്ന മതങ്ങളെക്കുറിച്ചും മതത്തിന് പ്രചരിക്കപ്പെട്ട രീതികളെക്കുറിച്ചും മനസ്സിലാക്കണം. ഒരു മതത്തിലെ വ്യക്തി ആ മതത്തിൻ്റെ ശ്രേഷ്ഠത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു മതം അത്ര നല്ലതല്ല, അതെന്നാണ്. അത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത്, ഇതൊക്കെ വളരെ വിശാലാർത്ഥമായ അതിനൊക്കെ വേറൊരു തലമുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുന്നത് മനുഷ്യനായിട്ട് കാണുക. അടുത്തൊരു 2 തലമുറ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന ഒരു സാധനം ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് ഒത്തിരി ബുദ്ധി വിവരമുള്ള ആൾക്കാർ ജനിക്കുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും ഈ പറയുന്ന ഈ വിഷം വച്ച് കൈമാറ്റം നടത്താതിരിക്കുക. അത് കാരണം വച്ച് മനുഷ്യനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക. ഇത് മാത്രമേ ഉള്ളൂ.
അത്യാവശ്യം വായിച്ചാൽ മതി ഇത് മനസ്സിലാക്കാൻ. ഒരാളുടെ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിയൊക്കെ പറയാൻ വേണ്ടിട്ട് സത്യം പറയട്ടെ, ഞാൻ എന്റെ മുന്നിലാണ് പറഞ്ഞാൽ ഞാൻ എനിക്കെന്ന് വെച്ചാൽ ഞാൻ നമ്മളെ പറ്റി പറയുന്ന പോലെയല്ല നമ്മുടെ കുഞ്ഞിനെ പറ്റി തൊട്ട് കളിക്കുമ്പോൾ. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, അസ്ല തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അസ്ല ഒരിക്കലും അസ്ലയുടെ ചാനലിൽ കൂടെ ഈ തരത്തിൽ ഒരു വർത്തമാനം എത്തിയില്ല. അസ്ല എപ്പോഴും മിതഭാഷയാണ്. ഓക്കെ, എനിക്ക് നേരിട്ടും പരിചയമുള്ള ഒരാളാണ്. ഓക്കെ, മിതഭാഷയാണ്. പക്ഷേ ആ കുട്ടി ഇന്ന് ഒരു അമ്മയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും മോശമായ വാക്കുകൾ പറഞ്ഞ ആ ഒരു തേർഡ് റേറ്റ് സ്ത്രീ, ആ സ്ത്രീ സമൂഹത്തിലെ ദുർഗന്ധമാണ്. സമൂഹത്തിൽ ഒരുപാട് ദുർഗന്ധങ്ങളിൽ പെട്ട ഒരു ദുർഗന്ധമാണ് എന്നേ പറയാനുള്ളൂ. അല്ലാതെ മനുഷ്യ സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റും. രണ്ട് കാലം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മനുഷ്യരെന്ന് പറയാൻ പറ്റൂ. നമ്മൾ ഒരുപാട് പേര് സമൂഹത്തിൽ നടന്നു പോകുന്നുണ്ട്. ചില ആൾക്കാരിൽ മറ്റുള്ള നമുക്ക് വ്യത്യസ്തമായിട്ട് അവർക്ക് ഒന്നുമില്ലെങ്കിൽ പോലും മറ്റുള്ളവർ കൈ കൊടുക്കുന്ന കണ്ടിട്ടില്ല. അതൊക്കെ മനുഷ്യരാണ്. എന്നാൽ ഒരേ സമയത്ത് എല്ലാം കണ്ടിട്ടും കാണാതെ പോലും നടക്കുന്നില്ലേ, അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. സോ എന്തായിരുന്നാലും ദിയ കൃഷ്ണ, അതോടൊപ്പം തന്നെ അസ്ലാം മഹലി, ഈ രണ്ടുപേരെയും ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്കെങ്കിലും അവർ പലതരത്തിൽ നിങ്ങൾക്ക് അവരുടെ ചില കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, വ്യക്തിപരമായിട്ടുള്ള കുറച്ചധികം എങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുക. രണ്ട് വ്യക്തിത്വങ്ങളും ഡിഫറൻ്റ്ലി നമുക്ക് എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചില കാര്യങ്ങളുള്ളതാണ്. ഇൻസ്പയറിംഗ് ആണ് അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തത്. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? ഒരു സ്ത്രീ ഗർഭാവസ്ഥയിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്ന് ശപിക്കുന്നത് പോലത്തെ വാക്കുകൾ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.